കഴിഞ്ഞ 6 വർഷമായി അതിജീവനത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്ന ഫ്രഷ് കട്ട് ഇരകളുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കഴിഞ്ഞ 1.5 മാസത്തോളമായി കള്ളക്കേസിൽ കുടുക്കി പോലീസ് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് ജയിൽ മോചിതനായി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സന്തോഷത്തിന് ദിനമാണ്. 4000-ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ 6 വർഷമായി ശുദ്ധജലമില്ലാതെ ശുദ്ധവായുവില്ലാതെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ. ആ അവസ്ഥയിൽ നിൽക്കുന്ന സാധാരണക്കാരായ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന തെറ്റു മാത്രമാണ് ശ്രീ കുടുക്കിൽ ബാബു ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹത്തെ വേട്ടയാടി, അദ്ദേഹത്തെ മാത്രം ഒറ്റപ്പെടുത്തി വേട്ടയാടി ജയിലിലടക്കാനാണ് പോലീസും ഭരണകൂടവും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അതിനൊക്കെ മോചനം നേടി സത്യം കാലം തെളിയിക്കുമെന്ന വിശ്വാസം അത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ജയിൽ മോചിതനായി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഈ വിഷയത്തിൽ കരിമ്പാരകുണ്ടിലെയും കൂടത്തായിലെയും 3 പഞ്ചായത്തുകളിൽ ജനങ്ങൾ നടത്തിവരുന്ന സമരം ഏത് അടിച്ചമർത്തൽ ഭീഷണി ഉണ്ടായാലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന അടിയുറച്ച മുദ്രാവാക്യവും തീരുമാനവുമായിട്ടാണ് ജനങ്ങൾ വന്നിട്ടുള്ളത്. അടുത്ത ഘട്ടം സമരം ബന്ധപ്പെട്ട ആളുകളുമായി ആലോചിച്ച് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഈ കമ്പനി അടച്ചുപൂട്ടുന്നത് വരെ അതിശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ടുണ്ടാകുമെന്ന വിളംബരമാണ് ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾ നൽകുന്നത്, ആബാലവൃദ്ധം ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് ജനങ്ങൾ നേരിടുന്നൊരു വിഷയം നമുക്കറിയാം. ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരമൊരു സമരം നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. എന്തിനു വേണ്ടിയിട്ടാ? ശുദ്ധവായു ലഭിക്കാൻ വേണ്ടിയിട്ടും ശുദ്ധജലത്തിന് വേണ്ടിയിട്ടും. ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ ഒരു ഫ്രഷ് കട്ട് എന്ന് പറയുന്ന കോഴിയാറൂർ മാലിന്യ കമ്പനി ആ പ്രദേശത്ത് നിന്ന് അത് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 4000 കുടുംബങ്ങൾ, 4 പഞ്ചായത്തിലെ 4000 കുടുംബങ്ങൾ 6 വർഷമായി ഈ സമരത്തിന്റെ മുൻപന്തിയിലാണുള്ളത്. അധികൃതരോ അല്ലെങ്കിൽ നിയമപാലകരോ ഇതുവരെയായിട്ടും ഈ അടച്ചുപൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ളെങ്കിൽ എന്തെങ്കിലും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും സമരത്തിന്റെ നാൾവഴികളിൽ സമരത്തിന്റെ സമരമുറയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ആ കമ്പനി അവിടെ നിന്ന് അടച്ചുപൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സമരമുറകളിലേക്കും വരും ദിവസങ്ങളിൽ ഞങ്ങൾ കടക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.